വചനസന്ധ്യ വചനസന്ധ്യ വചനസന്ധ്യ. ത്രിയേക ദൈവത്തിന് മഹത്വം. ഈ ഞായറാഴ്ചയിലെ വിശുദ്ധ എവങ്കേലിയോനിനെ ആസ്പദമാക്കിയുള്ള വചന സന്ധ്യ. ദൈവത്തിൻ്റെ തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 28-ാം വാക്യം ഇങ്ങനെ യേശു പറയുന്നു: സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ആഗ്രഹം പോലെ സംഭവിക്കട്ടെ എന്ന്. ഇത് ഒരന്യജാതി സ്ത്രീയുടെ തൻ്റെ മകളുടെ പിശാച് ബാധിച്ചതികഠിനമായി വേദനിച്ചതിന് യേശുവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിച്ചതിൻ്റെ മറുപടിയാണ്. ഈ അന്യജാതിക്കാരി സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ പിറകിൽ വന്നുകൊണ്ട് യേശുവിനോട് പറയുകയാണ്: ദാവീദ് പുത്ര, എൻ്റെ മേൽ സഹതാപം തോന്നണമേ, എൻ്റെ മകള് അതികഠിനമായി പിശാച് ബാധിച്ചിരിക്കുകയാണ്. യേശു മിണ്ടാതിരുന്നപ്പോൾ ശിഷ്യന്മാർ അവനെ അത് ഉണർത്തിച്ചതിൻ്റെ ഫലമായി യേശു അവരോട് പറയുന്നത്: ഞാൻ ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കലേക്കാണ് വന്നത്. ഇത് കേട്ടുകൊണ്ട് കാനാന്യ സ്ത്രീ അവനെ കുമ്പിട്ടാരാധിച്ചുകൊണ്ട് യേശുവിനോട് പറയുന്നു: കർത്താവേ, എന്നെ മേൽ സഹായിക്കണമേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. അപ്പോൾ യേശു അതിന് മറുപടി പറയുന്നുണ്ട്: മക്കളുടെ അപ്പം പട്ടിക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല എന്ന്. വേദന കൊണ്ട് ആ സ്ത്രീ അതിന് മറുപടി പറയുന്നു: യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്ന് പട്ടിക്കുട്ടികളും തിന്നാറില്ലേ എന്ന്. അതിനത്ര യേശു മത്തായിയുടെ സുവിശേഷം 15-28 പറയുന്നത്: സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ആഗ്രഹം പോലെ സംഭവിക്കട്ടെ എന്ന്. എല്ലാവർക്കും അറിയാവുന്ന ലോക ഫേമസ് മിഷണറിയാണ് ജോർജ് മുള്ളർ. 1024 അനാഥ കുഞ്ഞുങ്ങളെ ലണ്ടൻ പട്ടണത്തിൽ അവരുടെ സ്നേഹത്തെ പ്രിയെടുത്തു അവരെ താലോലിച്ച് അവർക്ക് ആഹാരം കൊടുത്ത് പരിപോഷിച്ചവനത്രേ. ഒരിക്കലും ആരോടും പൈസ ചോദിച്ചിട്ടില്ല. പക്ഷേ യേശുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു. ആ വിശ്വാസത്തില് ഒരു രാവിലെ ആഹാരമില്ലാതെ വന്നപ്പോൾ 300 കുട്ടികളുള്ള ഒരു യൂണിറ്റില് എല്ലാവരെയും പന്തിയായി ഇരുത്തിയം പറഞ്ഞിട്ട് വേക്കൻ പ്ലേറ്റിനെ നോക്കിക്കൊണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ചു: ഇന്ന് എനിക്ക് തന്ന, ഞങ്ങൾക്ക് തന്ന ആഹാരത്തിനായി നന്ദി എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, വാതിലുകൾ തുറന്ന് ബേക്കർ കടന്നു വന്നുകൊണ്ട് പറയും: മുള്ളർ, എനിക്കറിയാമായിരുന്നു നിന്റെ അനാഥശാലയിൽ ഇന്ന് ആഹാരമില്ല എന്ന്. രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ രാത്രി മുഴുവൻ ഉറക്കമളച്ചിരുന്നു കൊണ്ട് ഈ 300 കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി സ്വീകരിച്ചാലും എന്ന്. അദ്ദേഹം പോകും മുമ്പായി വീണ്ടും വാതിൽ തുറന്നുകൊണ്ട് പാൽക്കാരൻ കടന്നു വന്നു. അദ്ദേഹത്തോട് പറയുകയാണ്, മുള്ളറോട് പറയുകയാണ്: എൻ്റെ പാൽ വണ്ടി അനാഥശാലയുടെ മുന്നിൽ കേടായി. ഞാൻ നന്നാക്കി വരുമ്പോഴേക്കും പാല് കേടാകുന്നത് കൊണ്ട് ഈ പാല് ഫ്രീ ആയിട്ട് സ്വീകരിച്ചാലും എന്ന്. ഈ അചഞ്ചലമായ ദൈവസ്നേഹവും ദൃഢമായ വിശ്വാസവും അത്ഭുതകരമായി കനാന്യ സ്ത്രീയുടെ മകൾക്ക് അവളുടെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സുഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കെല്ലാം അത്ഭുതകരമായി അളവറ്റ സ്നേഹത്താലും ദൈവശക്തിയാലും സൗഖ്യവും സമാധാനവും വരട്ടെ. തലകൾ വണക്കാം. യേശുവിന് നന്ദി. നാഥാ, ഈ വചനം കേൾക്കുന്ന മക്കളെല്ലാം നാഥാ, നിന്റെ അളവറ്റ സ്നേഹത്താലും നിന്റെ തോറ്റുപോകാത്ത ഈ കനാന്യക്കാരിയുടെ വിശ്വാസത്താലും അവളുടെ ഇഷ്ടം പോലെ സംഭവിക്കുവാൻ നീ അനുവദിച്ച പ്രകാരം നിന്റെ മക്കളുടെ സ്നേഹത്തെ പ്രതി, നിന്നുള്ളതായ പേഴ്സിസ്റ്റന്റ് വിശ്വാസത്തെ പ്രതി നിന്റെ മക്കളെയും ഇന്ന് അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ.